നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2008 FC ബാഴ്സലോണയുടെ സീനിയർ ടീമിന്റെ പരിശീലകനായി കൊണ്ട് പെപ് ഗാർഡിയോള ചുമതലയേറ്റത്. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. പക്ഷേ പെപ്പിന് കീഴിൽ അത്ഭുതകരമായ പ്രകടനമാണ് ബാഴ്സ പിന്നീട് നടത്തിയത്. ഒരു സീസണിൽ 6 കിരീടങ്ങൾ വരെ സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. 2 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ പെപ്പ് ബാഴ്സക്ക് ഈ ഒരു കാലയളവിൽ നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 2012 പെപ്പ് ബാഴ്സയുടെ പരിശീലക സ്ഥാനം ഒഴിയുകയായിരുന്നു. പിന്നീട് കുറച്ച് വർഷക്കാലം അദ്ദേഹം ബയേണിനെ പരിശീലിപ്പിച്ചു. അതിനുശേഷം മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകനായി കൊണ്ടാണ് ഇദ്ദേഹം ചുമതലയേറ്റത്. അടുത്ത വർഷമാണ് സിറ്റിയുമായുള്ള തന്റെ കോൺട്രാക്ട് അവസാനിക്കുക. ഈ കരാർ പുതുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പെപ് ഗാർഡിയോള ഇതുവരെ തീരുമാനങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. വരുന്ന സീസണിന് ശേഷം അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റി വിടാനുള്ള ഒരു സാധ്യതകൾ ഇപ്പോൾ ഏറെയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഇവന്റിൽ പെപ്പിനോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടിരുന്നു. അതായത് മുൻ ക്ലബായ ബാഴ്സലോണയിലേക്ക് തിരികെ പോകാൻ സാധ്യതയുണ്ടോ, അതല്ല ആ വാതിലുകൾ അടഞ്ഞോ എന്നായിരുന്നു ചോദ്യം. ആ വാതിലുകൾ അടഞ്ഞു എന്ന് തന്നെയാണ് ഇതിന് മറുപടിയായി കൊണ്ട് പെപ്പ് പറഞ്ഞിട്ടുള്ളത്. അതായത് പെപ്പ് ഇനി ബാഴ്സയിലേക്ക് തിരികെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, അതിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത സീസണിന് ശേഷം പെപ്പ് ബാഴ്സയിലേക്ക് എത്തില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല ഭാവിയിൽ അദ്ദേഹം ബാഴ്സയുടെ പരിശീലകനാവാനുള്ള സാധ്യതകളും ഒരൽപ്പം കുറവാണ്. ബാഴ്സയെ പരിശീലിപ്പിക്കുന്നത് വളരെയധികം പ്രഷറുള്ള ഒരു ജോലിയാണ് എന്ന കാരണത്താലായിരുന്നു 2012 പെപ്പ് ബാഴ്സയുടെ ആ ഒരു പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരുന്നത്. ബാഴ്സയെ അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പരിശീലകനായിക്കൊണ്ട് തിരിച്ചെത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ FC ബാഴ്സലോണയുടെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഹാൻസി ഫ്ലിക്ക് ചുമതലയേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.